ഫുട്ബോൾ ഒരു കളി മാത്രമാണെന്ന് ചിലർ പറയും. പക്ഷേ അർജന്റീനക്ക് അതൊരു സംസ്കാരമാണ്, മതമാണ്, ശ്വാസവായുവുമാണ്. ആ രാജ്യത്തിന്റെ തെരുവുകളിൽ പന്ത് തട്ടി ഉയരുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രത്തിന്റെ ആത്മാവ് ഉണരുന്നു. അതാണ് അർജന്റീന, അതാണ് അവരുടെ ഫുട്ബോൾ. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കിരീടം കൊണ്ട് അമ്മാനമാടിയ സുവർണകാല ചരിത്രം പറഞ്ഞു തരും മറഡോണയെയും മെസ്സിയെയും എല്ലാം ഉൾക്കൊള്ളുന്ന അർജന്റീന. അവർക്കവൻ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ, റെക്കോർഡുകൾ തിരുത്തി കുറിച്ചവൻ, അതെ, സാക്ഷാൽ മറഡോണ, ഡീഗോ അർമാൻഡോ മറഡോണ. 986 ലോകകപ്പിൽ അയാൾ കളം മാറുന്ന നിഴൽ പോലെ 66 മീറ്റർ നീളത്തിൽ 10.8 സെക്കൻഡിൽ 6 പേരെ വെട്ടിയൊഴിഞ്ഞ് ചരിത്രത്തെ സ്തബ്ധമാക്കിയ ആ ഗോൾ മാത്രം മതി കാലത്തിന് അയാളെ അടയാളപ്പെടുത്താൻ. അന്നതും തീർത്ത് 13ാമത്തെ ലോകകപ്പും കൊണ്ട് റൊസാരിയോയുടെ തെരുവുകളിൽ വന്നിറങ്ങി അർജന്റീനക്കാരുടെ മിന്നലായി അയാൾ അവതരിച്ചു. അതെ, ഡീഗോ അർമാൻഡോ മറഡോണ. 986 കിരീട നേട്ടത്തിന് ശേഷം 10-30 വർഷത്തെ കിരീടക്ഷാമത്തിന് അറുതി വരുത്താൻ ഫുട്ബോളിന്റെ മിശിഹായായി അവതരിച്ചു അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ ആൻഡേഴ്സൺ മെസ്സി. 28 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് വിരാമമിട്ട് അതൊരു തുടക്കമാക്കി ടീമിന് നൽകിയ ആത്മവിശ്വാസം വലുതായിരുന്നു. രാജ്യത്തിന് വേണ്ടി ഒന്നും നേടാത്തവനെന്ന വിളിപ്പേരിൽ നിന്ന് 2021 കോപ്പ അമേരിക്ക നേടുമ്പോൾ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ, ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡർ, ബെസ്റ്റ് പ്ലെയർ തുടങ്ങി സകലമാന സ്റ്റാറ്റസുകളിലും ഒന്നാമനായി മുന്നിൽ നിന്ന് നയിച്ചവൻ. 2022 ഖത്തർ ലോകകപ്പ് നേട്ടത്തിലൂടെ വർത്തമാനകാല ഫുട്ബോളിൽ കയ്യൊപ്പ് ചാർത്തിയവൻ. ഒരു തലമുറയ്ക്കൊരിക്കൽ മാത്രം ജനിക്കുന്ന അവരെ പോലുള്ളവരാണ് ഈ നീലയും വെള്ളയും കലർന്ന ജേഴ്സിയുടെ മഹത്വം എഴുതിയത്. പക്ഷേ അർജന്റീന വെറും സൂപ്പർ സ്റ്റാറുകളുടെ മാത്രം രാജ്യമല്ല, പോരാളികളുടെ രാജ്യം കൂടിയാണ്. ഡിഫൻസിൽ ഉറച്ച മതിലുകൾ, മധ്യനിരയിൽ കവിത എഴുതുന്ന പാസുകൾ, വിങ്ങുകളിൽ പറന്നുയരുന്ന വേഗം. ഖത്തറിന്റെ ചൂടിലും സമ്മർദ്ദത്തിലും ലോകം മുഴുവൻ വിറച്ചപ്പോൾ അർജന്റീന ഒരു ടീമായി മാറി. അവസാന നിമിഷങ്ങളിൽ വരെ ധൈര്യം കൈവിടാതെ അസാമാന്യ ആത്മവിശ്വാസം നേടിയെടുത്തവർ. 3-3 എന്ന ആവേശത്തിന്റെ അവസാനം ഫ്രാൻസിനെതിരെ പോരാടി പെനാൽറ്റികളിൽ ചരിത്രം തിരികെ വീണ്ടെടുത്തവർ. അത് ലയണൽ മെസ്സിയുടെ മാത്രം ട്രോഫിയല്ല, അത് അർജന്റീനയുടെ കണ്ണീരിന്റെയും അഭിനിവേശത്തിന്റെയും വർഷങ്ങളായ കായിക പ്രതീക്ഷയുടെയും പ്രതീകമായിരുന്നു. ബ്രസീലിന് സമമായ നൃത്തമൊത്തം എടുക്കും, യൂറോപ്പിന് സമമായ സാങ്കേതികതയും ലോകത്തിന് മുമ്പിൽ തെളിയിച്ച ചരിത്രവുമുള്ള ഐതിഹാസികരുടെ കഥയാണ് അർജന്റീന. 1978-ലും 1986-ലും 2022-ലും വേൾഡ് കപ്പ് സ്വന്തമാക്കിയവർ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച രാജ്യങ്ങളിലൊന്ന് അർജന്റീന. കോപ്പ അമേരിക്ക 15 പ്രാവശ്യം ഉറുഗ്വേയുമായി ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക നേടിയ ബഹുമതിയുള്ള രാജ്യങ്ങളിലൊന്ന്. യുഎഫ ഫൈനലിസിമ 2 തവണ നേടിയവർ 1993-ലും 2022-ലും. കൂടാതെ ഒളിമ്പിക്സിൽ 2 തവണ സ്വർണ്ണ മെഡൽ ജേതാക്കളായവർ. ഇന്ന് അവർ ലോകത്തെ വീണ്ടും വെല്ലുവിളിക്കുന്നു. കോപ്പ അമേരിക്ക, വേൾഡ് കപ്പ്, ഫൈനലിസിമ, മത്സരം ഏതുമാകട്ടെ, ഒരേ ഒരു സന്ദേശം: ഞങ്ങൾ ഇറങ്ങുന്നു പോരിനായി, ഞങ്ങൾ ഉയരുന്നു രാജ്യത്തിനായി, ഞങ്ങൾ കളിക്കുന്നു ജയിക്കാൻ വേണ്ടി മാത്രം. ഇതാണ് അർജന്റീന. ലോക ഫുട്ബോളിന്റെ ഹൃദയതാളം സ്വപ്നങ്ങളാക്കി നിറച്ച രാജ്യം. 2026 അമേരിക്കൻ ലോകകപ്പിന് ഊതിക്കാച്ചിയ പൊന്നിനേക്കാൾ തിളക്കമുണ്ടെന്നും ഇനിയും തങ്ങളുടെ ഷെൽഫിൽ ഒരിടം ഒഴിച്ചിട്ടുണ്ടെന്നും വിളിച്ചു പറഞ്ഞ് അവർ ലക്ഷ്യത്തിലേക്ക് വൻകരയിലെ ഒന്നാമന്മാരായി ലോകകപ്പിന് വരുന്നു. അർജന്റീന, ദ ചാമ്പ്യൻസ് ഓഫ് പാഷൻ, ദ കിങ്സ് ഓഫ് ഫുട്ബോൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.